നിനക്കയും കേൾക്കുകയും ചെയ്യിലോ ഭക്തർക്കോ മറ്റൊന്നിനാശയുണ്ടാകുമോ കൃപ കൊണ്ടിനിയും ഹരിസൽകഥ ഒക്കെയും എന്നെ അരുൾ ചെയ്തു നല്ലൊരു ഭൂസുരനായ കുചേലനും നിത്യം യമനിയമാതി സമസ്തവും ഭക്ത്യാ പ്രവർത്തിച്ചു കൃത്യം പിഴയാതെ നിർമ്മലനാകും കുചേലനു മാനസേ വന്നിരിക്കും ഇഹവനം വൈരാഗ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. കേശാദിപാദം തൊഴുന്നേ മുടിയും നീലത്തിരുവുടലും ഹാലത്തോടു കുറയും താണു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ മകര കുണ്ടലമിട്ട് മലക്കാതെ തൊഴുന്നേ ചേതസി പാരം ദരിദ്രതവായിക്കയാൽ നിർധനനാകും പതിയോട് ചൊല്ലിന പൃഥ്വീസുരോത്തമ സർവേഗ സമ്മത
സദ്ഗുണമൂർത്തി സർവജ്ഞ മമകാന്ത നിർമ്മലയാം എന്റെ വാക്കുകൾ കേൾക്കണം. വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹുവിത്തവാന്മാരായി നമുക്കുള്ളൊരുത്തരും ആകയാൽ തുൽപുത്ര നാശനമില്ല. ആകയാൽ ഞാനും തപിച്ചു മഹാമതേ, കൈകാലുടലും തളരും നിരേറ്റവും പൈകൊണ്ടു നിൽപ്പാൻ അരുതെനിക്കൊട്ടുമേ. പാരം വിശന്നു കരയും കിടാവിന്റെ പാരവശ്യം കണ്ട് ഉരുകുന്നു മാനസം. നല്ല വസന കനകാരേ ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെ വീടേ കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും. കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും. കേരക്കുടയും വടിയുമായി പുരം തേടി വരുന്നു കുചേലൻ. ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെ വീടേ ശോഭാനസാനം തിരതഴുകും സ്വർണ്ണ താമര പോല സിംഹാസനത്തിൽ. ശോഭാനഗാനം തിരതഴുകും സ്വർണ്ണ താമര പോല സിംഹാസനത്തിൽ. ചാരയിടത്തു ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെ വീടേ കാരുണ്യമൂർത്തിതൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്നു കൺകുളിർക്ക. കാരുണ്യമൂർത്തിതൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്നു കൺകുളിർക്ക. ജീവിതം കൊയ്തു കൊയ്തേറിയ ദുഃഖത്തിൽ പാലിക്കലിങ്ങു സാധിക്കുമ സംശയം എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദി തന്നെ ഉണർന്നു വഴിപോൽ ആഗമാതാർദ്ദ ഉണർന്നു വഴിപോൽ ആഗമാ
ഉണർന്നു വഴിപോലെ പാടിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പാടിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പ്രാണപ്രിയ സഹസംഗേന രോമാഞ്ച പ്രാണപ്രിയ സഹസംഗേന രോമാഞ്ച പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിത് ഓ വിപ്രവര്യനും മാധവ സംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിതു വിപ്രവര്യനും മാധവ സംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിതു കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിംഗം സർവപാപഹനായ ജനാർദ്ദന നിർവാണത ധരിച്ചിടിന പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ചനോട് ആരണേന്ദ്രന്റെ കരം പിടിച്ചനോട് ചാരുതരമായ തങ്ങളുടെ മെത്തമേൽ നന്നായിരുത്തി പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് അപ്പോ ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ അന്നേരമത്ര വയതരവി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിന അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിന വിപ്രപ്രഭര ഇവൻ അതിനിസ്ത്രവൻ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം മെലിഞ്ഞു മലിനാംബരൻ ഇവൻ തന്നിൽ അഖിലേശനു ബഹുവാത്സല്യം ഇന്നു വരുവതിനെന്തൊരു കാരണം നന്നു നന്നെത്രയും ഓർത്താൽ വിചിത്രമാം ഓർത്താൽ അഖില ഗുണമണ്ഡിരൻ വിപ്രൻ ആർത്തി വിനാശനൻ തന്നുടെ കാരുണ്യം പേർത്തും ഇവങ്കൽ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരികൾ മന്ത്രം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ടു മല്ലാരിതാനും
കുശലം വിചാരിച്ച് നല്ലൊരു കുറോട് പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാൻ ഉത്തമേ ഇഷ്ടികാര്യാർത്ഥമായി വേട്ടിത്തു ചൊൽകടോ. നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തു വാഴുന്നിത്തോ. നിഷ്കൽമഷനാം സഖേ തവ മാനസേ. ഭാര്യ സുതധന സംസാരമെന്നതിൽ കാര്യമോഹം ഭവാനില്ല എന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നത്. എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നെ ലോകോപകാരമായി ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം പൂണ്ടു നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോടു തുല്യം വസിച്ച നാൾ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തമൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതോ. സൽഗുരു ഭക്തിതാൻ വാക്കിനാൽ നാം ചെന്ന് സത്വരം കാടകം ബുക്ക് വിറകിനായി. അപ്പോൾ നിശീതിനി കാലവും വർഷവും കൽപ്പോട് വന്നു വനാന്തരെ പെട്ടു. വന്നു നിശീതിനി കാറ്റും മഴയുമായി നിന്നു കുളിരും പുറത്ത്. അപ്പോൾ വലഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു. പിന്നമായി ധൈര്യം വിട്ട് ഉറങ്ങിടാതെ അപ്പോൾ വനജലയാദികളാൽ നമുക്ക് ഉൽപ്പന്നമായ പയത്തെ മറന്നിതോ. ഹരേ. പിന്നെ പുലർന്ന സമയം ഗുരുവരുന്നുണ്ടെന്നോട് കാരുണ്യമോടു നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു. പുണർന്നതുമോർത്തു കാണുക. അന്നു ഗുരു അരുൾ ചെയ്തു, നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാദ ഗുണകീർത്തി വിദ്യ സമസ്തവും പരിപൂർണമായി വരും എന്നതും ഇത്തരം മോദേന സൽഗുരു നമ്മോടും എത്രയുമേറ്റം ആശിസു നൽകിയില്ലയോ. ഇന്നു ഓരോന്നു നാമന്നു കളിച്ചതു നന്നായി മറന്നിതോ. ഇന്നും ഓരോന്നു നാമന്നു കളിച്ചതു നന്നായി മറന്നിതോ. തോന്നുന്നിതോ സഖേ. സൽഗുരു തന്നോട് കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും. ദൃഢം ദൃഢാ. ഇത്തരം മാധവ വാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിന നാനാ നിഗമ സകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും
പരമഗുരു ഭവാൻ സാന്ദീപനിഗൃഹേ വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്നതു അത്ഭുതമെത്രയും ഇത്തം കുചേലൻ ജഗർപതി തന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലിന നിശ്ചല സൽഗുണവാരിധീനം നമുക്കു നൽകിടുവാൻ ചാരുവാം പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നൽകുക നീ ഇപ്പോഴേ ആയതു മൂലം ഏറ്റം ഗുണമായി വരും മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടമായി വരും നിങ്ങടോ അല്ലാതെ ഭക്തിഹീനന്മാർ തിലോകാരി സത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തതാ ഉത്തമനാകും മുകുന്ദനു തന്നുടെ കക്ഷി ഒളിച്ചു വെച്ചിടും പൃഥുകത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നത്. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു സൽപുമാനാമിവൻ അർത്ഥത്തിന് എന്നെയും ചിത്തെ ഭജിച്ചതില്ല. അർത്ഥത്തിനേതുമേ ചിത്തത്തിൽ ആശയില്ല ഇന്നിവന്. എങ്കിലും തൽപത്നി തന്നുടെ വാക്കേനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ടിന്നു ഞാൻ. ദേവകൾക്കും ലഭിയാതെ ധനങ്ങളെ കേവലം ഭക്തവിപ്രനു നൽകിയിടുവനോ. ഇതം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാം നിൻ കിഴിയെന്ത് ഇതിൽ എന്നും ചോദിച്ചു. ഭാണ്ഡം പിടിച്ചഴിക്കും ഇതോ മോദിച്ചു മാധവനെന്നവൾ കാണുകയാ. മാധവനെന്നവൾ കാണുകയാൽ നിർമ്മലമായുള്ളവർ കണ്ട മൂലമായി നിർമായമേറ്റവും നിർമായമേറ്റവും തൃപ്തനായേനകം എന്നു പറഞ്ഞു. ജഗന്മേനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടി വാരിയെന്ന് ഏറ്റം ആനന്ദേന തിന്നു പുനരതി ഏറ്റവും നന്നായൊരു മുഷ്ടി വാരി തെറ്റെന്നു വായിക്കൊള്ളുവതിന് തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുക്മിണി മാധവർ തന്നുടെ കൈ പിടിച്ച് അൽബോടു ലജ്ജയാ മന്ദാക്ഷമോടു പറഞ്ഞിതതു നേരം. ഹരേ ഇന്നു മതി വിപ്രേ വിപ്രോത്തമന്യക എന്നും സുരമാർഗ പോലും അസാധ്യമായ മേവും ഐശ്വര്യം ഭവിച്ചവന് ഇഹ മേവം ഐശ്വര്യം ഭവിച്ചവൻ ഇഹ ഈശാ
നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിത് ഇവൻ ഇത് പോരും എന്നോദിനാൽ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. തന്നുടെ മെത്തമേലത്ര ശയിപ്പിച്ചു. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. തന്നുടെ മെത്തമേലത്ര ശയിപ്പിച്ചു. പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചിതു. പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചിതു. മോദേന സൽക്കഥ ചൊല്ലി രമിച്ചിതു. മോദേന സൽക്കഥ ചൊല്ലി രമിച്ചിതു. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗളവിപ്രംഗ അർഘ്യാദി കർമ്മം കഴിച്ച് അൻപോടു ലോകേശനോട് യാത്ര പറഞ്ഞു കുംഭരിൽ ഉത്തമ വിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ ഓരോ ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തം അതിശയം അന്തണ ഭക്തി ഏറ്റം അത്യത്ഭുതം. ചിന്താമരാക്ഷൻ സുഭഗ സമോഹനൻ ജ്ഞാനായതേറ്റം മലിനൻ തമോമയൻ ആനന്ദരൂപൻ യതേ പുനർനേടിന ദേവാസുരാദി സകലവും ഐശ്വര്യം ആവോളമാർജിച്ചതോർത്തു കണ്ടിടുകിൽ കേവലം തൽ പ്രസാദത്താലത്രയും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാമലബ്രത മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാൻ ആയതും അർത്ഥിക്കുന്നതുമില്ലാതെ പോന്നു ഞാൻ. മൽഗൃഹേ പത്നി കരുണയാലെ വരവാഗ്രഹിച്ചത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തു ഞാൻ അവളോട് പറയുന്നു. ചിന്തിക്കൽ സർവജനല്ലോ ജഗർമായ എന്തോ നമുക്കു ധനമിങ് നൽകാനോ ചിത്തേ ധനമതാലിന്നു നമുക്കുള്ള കൃത്യവും ഭക്തിയും പോയെന്നു ചിന്തിച്ചോ. നിത്യസ്വരൂപനിങ്ങി അർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു വിപ്രനും ചെന്നിതു തന്നുടെ പത്തന സന്നിധോ. അപ്പോൾ
അനേക മണിഗൃഹജാലവും ശില്പമാളിക കൂട്ടവും കാണായി നല്ല രത്നങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ പൂട്ടുഗൃഹം ഏറ്റം കനകമയമാം മതിലുകൾ മുറ്റങ്ങൾ നല്ലൊരു ഉപവനജാലങ്ങൾ ചിത്രധ്വജ പതാകകൾ സുവർണമായി എത്രയും നല്ല പത്മങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥലഭാവികൾ നിർമ്മല കൂവാരി മറ്റോരോ വിധം ദേവേന്ദ്ര മന്ദിര തുല്യം മണിമയം ദേവകൾ പോലും വണങ്ങും പുരുഷരും അപ്സര സ്ത്രീകൾ നമിക്കുന്ന നാരിമാർ അപ്പുര ശോഭകൾ കണ്ട് വിപ്രോത്തമൻ പാരം പരിഭ്രമിച്ചെന്നു നിൽക്കും വിധു പാരാത പിന്നെയും കണ്ടിരു വിസ്മയം നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ടു മൂടിയ മുത മക്കളും ദാസിമാർ തമ്മോട് ശോഭയ മൈക്കണ്ണി മൗലിയാം ഭക്തി സുമംഗൽ മോദേന മന്ദാക്ഷം ഉൾക്കൊണ്ടു വന്നിച്ചു ഭൂസുരം ചെന്നെതിർത്തപ്പോൾ സവിസ്മയമൊക്കെയും ഓർത്തു നിരൂപിച്ചു വിപ്രനും ഇക്കളി മാധവമായ എന്ന് ദൃഢം എല്ലാം ഹരിചരണങ്ങൾ ഗിരി നമുക്ക് ഇല്ലൊരു സംശയം എന്നുറപ്പിച്ചത് ചെന്നു ഗൃഹം പുക്കും സൗഖ്യമായി വാണിത്തു നന്ദന ഭാര്യാദിയോട് വിപ്രോത്തമൻ ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ചു നന്നായി വസിച്ചാൽ അനുദിനം പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ചു മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്തമ സർവാത്മകൻ അഖിലൈകവരമ്പുമാൻ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കും മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും സർവാത്മകൻ ചരിതമിതു നിത്യവും സർവ ജനങ്ങളും ചൊൽകിലും കേൾക്കിലും സർവധനസുഖം വേഗം ഉണ്ടായി വരും സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ സർവാത്മകൻ സാധിച്ചുകൊള്ളുവിൻ കൃഷ്ണ. നിഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്ന് എന്ന ഭാവത്തില് കുചേല ദക്ഷിണ സമർപ്പിക്കാനുള്ള സമയമാണ്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഭക്ത ദക്ഷിണ സമർപ്പിക്കാവുന്നതാണ്. ഭക്തനും ഭഗവാൻ രണ്ടല്ല ഒന്ന് എന്ന